മനസ്സമാധാനത്തിനായി കുറച്ച് സമയം എന്ന നമ്മുടെ ഈ സംഭാഷണ പരമ്പരയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചില പരിശീലന ക്രമങ്ങൾ കണ്ടു. മെയിൻലി നമ്മുടെ ബ്രെയിനിനെ എനർജൈസ് ചെയ്യാനും മെമ്മറി പവർ കൂട്ടാനും സ്പീഡ് റീഡിങ്ങും അതിനോടനുബന്ധിച്ചുള്ള വിഷ്വലൈസേഷനും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഈ പ്രാവശ്യം അതിനോട് ചേർന്നുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ കൂടി ചില പരിശീലനങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ബിൽഡപ്പ് ചെയ്തു. ഇനി ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും മനസ്സിൽ, കോപം, വിദ്വേഷം, പക, അതിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചില പരിശീലന ക്രമങ്ങൾ കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇന്നത്തെ വിഷയം അതായിരിക്കട്ടെ. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് പെട്ടെന്ന് ദേഷ്യം വരിക എന്നുള്ളത്. കോപം വന്നാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക, എന്തൊക്കെയാണ് നമ്മൾ സംസാരിക്കുക, എങ്ങനെയൊക്കെയാണ് നമ്മൾ പെരുമാറുക എന്നുള്ളതൊക്കെ വലിയ പ്രോബ്ലമാണ്. സാധാരണ പറയാറുണ്ട്, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധം നാവാണ്. കാരണം അതൊരിക്കൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. കോപാകുലനായ ഒരാൾ ആ അവസ്ഥയിൽ എന്തു പറയുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് പോലും ഒരു കൺട്രോളില്ലാത്ത, ഒരു നിയന്ത്രണവുമില്ലാത്ത രീതിയിലായിരിക്കും. അത് കേൾക്കുന്ന ആളെ തീർച്ചയായും മുറിവേൽപ്പിക്കും. അതിനുശേഷം നമ്മൾ എത്ര റിപ്പൻഡ് ചെയ്താലും, എത്ര പശ്ചാത്തപിച്ചാലും, സോറി പറഞ്ഞാലും ആ മുറിവ് പൂർണ്ണമായും ഉണക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നാവാണ് ഏറ്റവും മൂർച്ചയുള്ള ആയുധം എന്ന് പറയുന്നത്. അപ്പോൾ ആ നാവ് ഉപയോഗിച്ച് ഉള്ള മുറിവുകൾ വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല കാര്യം ആ കോപം കത്തി നിൽക്കുന്ന അവസ്ഥയിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതിന് പലപ്പോഴും വിജയകരമായി കണ്ടുവരുന്ന ഒരു മെത്തേഡാണ് കൗണ്ട് ഡൗൺ മെത്തേഡ് എന്നുള്ളത്. നമ്മൾ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ വളരെ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ റെസ്പോണ്ട് ചെയ്താൽ വളരെ ഹാർഷായിരിക്കും, വളരെ മോശമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും, നമുക്കറിയാം. ആ സമയത്ത് നമ്മൾ മനസ്സിൽ കൗണ്ട് ഡൗൺ ചെയ്യുന്ന ഒരു രീതിയാണത്. അതായത് 10 നിന്ന് 9, 8, 7, 6 എന്ന് മനസ്സിൽ നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്യണം. നമുക്ക് തന്നെ അത്ഭുതമെന്ന് തോന്നും. ഒരു 5, 4 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ കോപം ആറി തണുക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നീട് നമ്മുടെ റെസ്പോൺസ് ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയേക്കാൾ വളരെ ബെറ്ററായിരിക്കും. കാരണം നമ്മുടെ കോപത്തിൻ്റെ അവസ്ഥ താഴോട്ട് വന്നു എന്നർത്ഥം. അതാണ് ഈ കൗണ്ട് ഡൗൺ മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂസ്ഫുള്ളാണ് ഒരു വിഷ്വലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു കോണിയുടെ ലാഡറിൻ്റെ മുകളിലെ സ്റ്റെപ്പിൽ നിൽക്കുന്നു എന്ന് മനസ്സിൽ കാണുക. അവിടെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യുക. ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് അതിൻ്റെ താഴേക്ക് നമ്മൾ ഇറങ്ങി വരുന്നു എന്ന് മനസ്സുകൊണ്ട് കണ്ടാൽ അതിനോട് ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കോപം കുറഞ്ഞു വരുന്നു എന്ന് കാണാറുണ്ട്. പല വ്യക്തികൾക്കും പലതായിരിക്കും സൂട്ടായിട്ട് കാണുന്നത്. ഏതാണോ നമുക്ക് സൂട്ടബിൾ എന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. കൗണ്ട് ഡൗൺ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ് 10, 9, 8, 7 എന്ന് കൗണ്ട് ഡൗൺ ചെയ്ത് വരുമ്പോൾ തീർച്ചയായും നമ്മുടെ കോപത്തിൻ്റെ വലിയ അവസ്ഥയിൽ നിന്നും താഴോട്ട് നമ്മൾ ഇറങ്ങി വരും. പിന്നീടുള്ള റെസ്പോൺസ് തീർച്ചയായിട്ടും ബെറ്ററായിരിക്കും. അതാണ് കോപം നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡ്. ചിന്തകളെ മാറ്റുക അല്ലെങ്കിൽ ഡൈവേർഷൻ, പല മെത്തേഡ്സ് പറയാറുണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന. ഫോണിലാണെങ്കിൽ പോലും നമുക്കൊരു സെക്കൻഡ് കൊണ്ട് 10, 9, 8 ഇതെണ്ണാം. മനസ്സുകൊണ്ട് നമ്മുടെ കോപം താഴോട്ട് വരും. അതാണ്
ഒരു ടെക്നിക്ക് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യണം. മറ്റൊന്ന്, നമ്മുടെ മനസ്സിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. സങ്കടം, വളരെ ദുഃഖകരമായ അവസ്ഥ, ഒരു ആക്സിഡൻറ്റ് മനസ്സിൽ നിന്നും പോകുന്നില്ല, ഒരു മരണം എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല. അങ്ങനെ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ മറക്കാൻ പറ്റാത്തതുമായ പല കാര്യങ്ങളും നമുക്കുണ്ടാകും. അത് മനസ്സിൽ നിന്നും എടുത്തു മാറ്റാൻ ചെയ്യുന്ന ഒരു രീതി, നമ്മൾ സ്വസ്ഥമായിരുന്നു കണ്ണുകളടച്ച് ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട്, നമ്മളിതിനു മുമ്പ് പല പരിശീലന ക്രമങ്ങളിലും പറഞ്ഞിട്ടുള്ള പോലെ ദീർഘമായി ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യുന്നതാണ്. നമ്മൾ റിലാക്സേഷന് വേണ്ടി ചെയ്യുന്നതാണ്, നമ്മൾ ടോട്ടൽ റിലാക്സ്ഡ് ആവാൻ വേണ്ടി ചെയ്യുന്നതാണ്. മെല്ലെ നമുക്ക് എന്താണോ മറന്നു കളയേണ്ട സംഭവം എന്നുണ്ടെങ്കിൽ അത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് അത് ഒരു ഫ്രെയിമിലാക്കുക. അതൊരു ഫോട്ടോ മാതിരി നമ്മൾ തന്നെ മനസ്സിലൊരു ഫ്രെയിമിൽ കാണുക. ആ ഫ്രെയിം, ആ ഫോട്ടോ അടക്കം മെല്ലെ നമ്മിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പം നമുക്കറിയാം, ഒരു ഫോട്ടോ നമ്മുടെ അടുത്ത് നിന്ന് അകന്നു പോകുമ്പോൾ എന്താണ് ഉണ്ടാകുക എന്ന് നമുക്കറിയാം. അതിൻ്റെ വലുപ്പം കുറയും, അതിൻ്റെ ക്ലാരിറ്റി കുറയും, അതിൻ്റെ ഇമേജിൻ്റെ ഇമ്പാക്റ്റ് കുറയും. അത് നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. കുറച്ചുകൂടി അകത്തേക്ക്, കുറച്ചുകൂടി അകലത്തേക്ക്, കുറച്ചുകൂടി അകലത്തേക്ക്, അങ്ങനെ അകന്ന് 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 പോയി ഒരു പൊട്ടുപോലെ നമുക്ക് ആ ദൃശ്യം ചെറുതായി പിന്നീട് അത് അപ്രത്യക്ഷമാകുന്നതായിട്ട് നമുക്ക് ഉൾക്കണ്ണുകൊണ്ട് കാണാം. ആ ഒരു പ്രക്രിയ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു സീൻ നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു 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 പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നതായിട്ട്, അതിന് നമ്മളിൽ ഏൽപ്പിക്കുന്ന ഇമ്പാക്റ്റ് കുറഞ്ഞു വരുന്നതായിട്ട്, ക്രമേണ അത് ഇല്ലാതാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അത് നമ്മളെത്ര വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നോ അത്രയും കൂടുതലായിരിക്കും അതിൻ്റെ റിസൾട്ട്. ശരിക്കും അതൊരു വിഷ്വലൈസേഷനാണ്. നമ്മൾ കണ്ട് അതിങ്ങനെ അകന്നകന്ന് പോകുന്നു, ചെറുതായി ചെറുതായി വരുന്നു, അതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അങ്ങനെ വന്ന് 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 അതങ്ങ് ഇല്ലാതാവുന്നു, നമ്മുടെ മനസ്സിൽ നിന്ന് അത് ദൂരേക്ക് പോകുന്നു എന്നർത്ഥം. അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാവും. അത് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന പല സംഭവങ്ങളും പലപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്യാറുണ്ട്. അത് മനസ്സിനെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന ഒരവസ്ഥ. അതിന് ഈ മെത്തേഡ് നല്ലതാണ്. ചെറുതായി 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 പോയി അതങ്ങ് ഇല്ലാതെ ആവുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന്, നമുക്ക് വെറുപ്പുള്ള ചില കാര്യങ്ങളുണ്ട്, വൈരാഗ്യമുള്ള, ദേഷ്യം നമ്മുടെ മനസ്സിൽ കാലങ്ങളായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ. അവിടെ ഏതാണ്ട് ഇതുപോലെ തന്നെ ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ നമ്മളിത് തനിയെ അകന്നകന്നകന്ന് പോകുന്നു എന്നുള്ളത് വരെ ശരി. അത് കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ നമ്മളതിനെ തൊഴിച്ചു മാറ്റുന്ന ഒരു ചിത്രമാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ ദേഷ്യം നിൽക്കുന്നുണ്ട്, പക നിൽക്കുന്നുണ്ട്, വിദ്വേഷം നിൽക്കുന്നുണ്ട്. അത് ഔട്ട് ബേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ അതിനെ ചവിട്ടി പുറത്താക്കുന്ന രീതിയിൽ ആ സീൻ അല്ലെങ്കിൽ ആ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ടാക്കിയ അവസ്ഥ നമ്മുടെ മനസ്സിൽ നിന്നും ചവിട്ടി പുറത്തോട്ട് കളയുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുക. അവിടെയുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിയാക്ട് ചെയ്തു
എന്നുള്ളത് നമുക്കൊരു ആശ്വാസം തരുന്ന കാര്യങ്ങളാണ്. പല കാര്യങ്ങളിലും നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് റിയാക്റ്റ് ചെയ്യണം എന്ന് നമുക്ക് തോന്നും, എന്നാൽ റിയാക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ മനസ്സുകൊണ്ട് റിയാക്റ്റ് ചെയ്താൽ, അത് വിഷ്വലൈസ് ചെയ്താൽ ആർക്കും അതുകൊണ്ടൊരു ദ്രോഹമില്ല. എന്നാൽ നമ്മുടെ മനസ്സ് സാറ്റിസ്ഫൈഡായി, നമ്മളത് ചവിട്ടി പുറത്താക്കി. അത് വൈരാഗ്യമാണെങ്കിലും ശരി, പകയാണെങ്കിലും ശരി, വിദ്വേഷമാണെങ്കിലും ശരി, ഈവൻ സങ്കടമാണെങ്കിലും ശരി, നമ്മളത് നമ്മുടെ ശക്തി ഉപയോഗിച്ച് ചവിട്ടി പുറത്താക്കി എന്നുള്ള ഒരു റിലീഫ് നമ്മുടെ മൈൻഡിൽ വരും. നമ്മുടെ ആ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ മനസ്സിൽ കുറഞ്ഞു വരും. നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. അല്ലെങ്കിൽ നമുക്കത് വളരെ ഹാനികരമാണ്. പകയും വിദ്വേഷവും നമ്മുടെ മനസ്സിൽ നിന്നാൽ മോഡേൺ സയൻസ് പറയുന്നത് പല അസുഖങ്ങളും, ഈവൻ ഫിസിക്കലായിട്ടുള്ള അസുഖങ്ങൾ പോലെ വരുന്നത് മനസ്സിൽ വൈരാഗ്യവും പകയും വിദ്വേഷവും ഒക്കെ തിങ്ങി നിൽക്കുമ്പോഴാണ്. അത് ഏറ്റവും ഹാംഫുള്ളാണ്. ഈവൻ ടോക്സിക് ആയിട്ടുള്ള പല സാധനങ്ങൾ കഴിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ വിഷമുള്ള പച്ചക്കറി കഴിക്കുന്നതിനേക്കാളൊക്കെ വളരെ ദോഷഫലം ചെയ്യുന്നതാണ് മനസ്സിലുള്ള പകയും വിദ്വേഷവും. അത് കളയാൻ ഒരു ഔട്ട്ബേസ്റ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് തെറിപ്പിച്ച് ചവിട്ടി പുറത്താക്കി കളയാൻ ഈ ഒരു വിഷ്വലൈസേഷൻ നമ്മളെ സഹായിക്കും. വിഷ്വലൈസേഷൻ്റെ ഏറ്റവും വലിയ കാര്യം, നമ്മൾ വിശ്വസിച്ച് ഡീപ്പായിട്ട് വിഷ്വലൈസ് ചെയ്താൽ അത് സംഭവിച്ചതായിട്ടാണ് നമ്മുടെ മനസ്സിൽ കാണുന്നത്. ഞാൻ അതിന് മുമ്പിലുള്ള ഒരു ടോക്കിൽ പറയുകയുണ്ടായി, സബ് കോൺഷ്യസ് മൈൻഡിൽ അത് രജിസ്റ്റർ ചെയ്താൽ അത് നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ മനസ്സ് മനസ്സിലാക്കുന്നത് സംഭവിച്ചു എന്നാണ്. നമ്മൾ ഡ്രീം ചെയ്യുമ്പോഴുള്ള വ്യത്യാസവും അതുതന്നെയാണ്. നമ്മൾ വിശ്വസിച്ച് ഡ്രീം ചെയ്യുമ്പോൾ, നമ്മളൊരു കാര്യത്തിൽ പങ്കെടുത്തു സമ്മാനം വാങ്ങുന്നു എന്ന് ആഗ്രഹിക്കുന്നതും ആ സമ്മാനം വാങ്ങുന്ന സീനും ജനങ്ങൾ കൈയടിക്കുന്നതും വിഷ്വലൈസ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ അത് സംഭവിച്ചു എന്ന് മനസ്സിനോട് നമ്മൾ പറയുകയാണ്. സമ്മാനം വാങ്ങുന്നു, ആളുകൾ കൈയടിക്കുന്നു, നമ്മളവരെ പ്രത്യഭിവാദനം ചെയ്യുന്നു, സന്തോഷമായിട്ട് നമ്മൾ ഇറങ്ങി വരുന്നു. ഇതെല്ലാം വിഷ്വലൈസ് ചെയ്യുമ്പോൾ മനസ്സിൽ അത് ദാറ്റ്സ് ഹാപ്പൻഡ്, സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു സന്ദേശം മനസ്സിലേക്ക് ഇറങ്ങി വരുന്നു, നമ്മൾ ഹാപ്പിയാകുന്നു. അതുപോലെ തന്നെയാണ് ഈ വെറുപ്പും പകയും വിദ്വേഷമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ നിന്നും തെറിച്ച് പോയി നമ്മുടെ മനസ്സ് ശുദ്ധമായി എന്ന ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കുന്നു. ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ആരോഗ്യമുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവാൻ ഈ പകയും വിദ്വേഷമെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോയേ തീരും. അതിനുള്ള പരസഹായമില്ലാതെ ചെയ്യാവുന്നൊരു കാര്യമാണ് ഇത്. മനഃശാസ്ത്രത്തിനടുത്ത് പോയാൽ അവർ പല രീതികളും അവർ സജസ്റ്റ് ചെയ്യാറുണ്ട്, പല തെറാപ്പികളുണ്ട്. പക്ഷേ ഇത് സ്വയം ചെയ്യാവുന്നൊരു കാര്യമാണ്. എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ ആ സീൻ പുറത്താക്കി, അതുപോലെ എനിക്ക് മറക്കേണ്ട കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഇതൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓട്ടോസജഷൻ ചെയ്യുന്ന മാതിരി തന്നെ മനസ്സിൽ നിന്ന് പോകേണ്ട കാര്യങ്ങൾ പോയി എന്ന് സങ്കല്പിക്കുന്നതും വിഷ്വലൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഗുണകരമാണ്. ഇതെല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും എന്ന ഉത്തമ വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. താങ്ക് യു.